വെൽക്കം ബാക്ക് ടു പാർട്ട് 2. ഓക്കെ, ഇനി നമുക്ക് ഇതെടുക്കാം. ഞാനിതായി ഒരു പച്ച കളറാണ്. നല്ല ലൈറ്റ് ആട്ടോ റിയൽ ലൈഫിൽ. ഇത് അത്ര ലൈറ്റ് അല്ല, ഇത് ഡാർക്ക്. അത് കാണുമ്പോൾ ലൈറ്റ് പോലെയാണ്, പക്ഷേ ഡാർക്കാണ് കുറച്ച്. ഫ്ലൂറസെൻ്റ് യൂസ് ചെയ്തേക്കണോ? ഫ്ലൂറസെൻ്റ് എത്ര യൂസ് ചെയ്തിട്ട് കാണും, പക്ഷെ ഇത് കാണുമ്പോൾ ഫ്ലൂറസെൻ്റ് പോലെയാണ് ഇതിൽ തോന്നുന്നത്. നമുക്ക് ഓക്കെ, നമ്മൾ ക്യാൻഡി കളേഴ്സ് ആട്ടോ നിങ്ങൾ എടുക്കേണ്ടത്. റിയൽ ലൈഫിൽ കാണുമ്പോൾ ഇതൊരു ക്യാൻഡി കളേഴ്സ് ആയിട്ട് തോന്നും. നമ്മൾ പർപ്പിളിൻ്റെ ഡാർക്ക് എടുത്തിട്ട് അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് റെഡ് എടുക്കത്തിന് നല്ല മാച്ചിങ് ഉണ്ട് കേട്ടോ. ഈ റെഡ് എല്ലാത്തിനും പിന്നെ മാച്ച് ആവും. ഈ ക്യാമറയിൽ നല്ല മാച്ച് ആയി തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്ലൂ എടുക്കാം. ബ്ലൂവിന് ലൈറ്റ് ഡാർക്ക് ബ്ലൂ ആണ്. ഓക്കെ, ഈ ഒരു ബ്ലൂ ഔട്ട്ലൈനിങ് ആണ് ചെയ്യുന്നത്. ഒരു പിങ്ക് എടുക്കാം. പർപ്പിളാ ഇല്ല, ഒരു പിങ്കിഷ് പർപ്പിൾ എന്ന് പറയാം. അതാണ് നമ്മൾ യെല്ലോ. ഇത് കാണുമ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ഫ്ലോറസെൻ്റ് കളർ പോലെയാണ് തോന്നുന്നത്. ഈ ഒരു പിങ്ക് എടുക്കാം. ഓക്കെ, ഇനി നമ്മളിതാ ഇതിൻ്റെ ഇത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇത് വെക്കണം, കാരണം ഞാൻ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. പെർമനൻറ്റ് മാർക്കർ ആവുമ്പോൾ അത് ബാക്കിലാവും. അപ്പോൾ എന്തായാലും ബാക്കിലാവും, പക്ഷേ അപ്പുറത്തെ പേജിലാവാതെ നിന്നാൽ മതി. ഡാഡ് എഴുതുന്നുണ്ട്, മോം എഴുതുന്നുണ്ട്, ബ്രോ സിസ് മീ സിസ് ഇല്ലല്ലേ, സോറി. പിന്നെ പിന്നെ 2 ബ്രോയും കൂടി ഉണ്ട്. എനിക്ക് സിസ് ഇല്ല ബോയ്സ്. എനിക്ക് സിസ്സും ഉണ്ട്, ബ്രോയും ഉണ്ട്. ബ്രോ ഉണ്ടായതാണ് ഒരു എന്താണ് പറയുക, അനോയിങ് ആയി തോന്നിയത്. ഓക്കെ, ഹായ്.